ഈ നാഷണൽ ഹൈവേയിലെ കുരുക്ക് മാറ്റാൻ, ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഇതുവരെ അതിന് ഇടപെടാനോ ഒരു കാര്യത്തിലേക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ. കാരണം ഒരു MLA MP വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഇനിഷ്യേറ്റീവ്, സംസ്ഥാന ഗവൺമെൻറ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്ലോക്ക് ഇങ്ങനെ ഇപ്പോഴും നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ ടൗണിൽ ബ്ലോക്കിൽ ഇതുപോലെ ഞാൻ ഗവൺമെൻറ് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി പലവട്ടം പറഞ്ഞ് ബഡ്ജറ്റിൽ എഴുതി കൊടുത്തു. ഇതൊക്കെ കിട്ടാതിന് പിന്നെ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യേണ്ട ഭാഗം ആലുവ മാർക്കറ്റ് റോഡുണ്ട്. ആ മാർക്കറ്റ് റോഡിൻ്റെ ഭാഗമാണ് ഒരു പ്രധാന ഗതാഗത കുരുക്കുള്ളത്. അവിടെ ആ റോഡ് വീതി കൂട്ടാൻ വേണ്ടി 10 കോടി രൂപ സർക്കാരിനോട് അനുവദിപ്പിച്ചു. ഇപ്പം അതിൻ്റെ പുതിയ അലൈൻമെൻ്റൊക്കെ ആയി വന്നൊക്കെ. പക്ഷെ അലൈൻമെൻറ്റും ആയി വന്നപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 കോടി നിൽക്കില്ല. പക്ഷെ ഇനി ഗവൺമെൻറ് വരുമ്പോൾ പക്ഷെ അലൈൻമെൻറ്റും മറ്റേ ലാൻഡ് അക്വിസിഷൻ നടപടിയൊക്കെ പൂർത്തിയാക്കും. എത്രയാണ് കാശാണോ ആ കാശോട് അനുവദിപ്പിച്ച് ആ ആലുവ മാർക്കറ്റ് റോഡിലെ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ഇപ്പോഴായിട്ടുണ്ട്.